എന്തുട്ടാ എടാ ഈ പാർട്ടി പറഞ്ഞ അനുസരിച്ച് ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ഇച്ചിരി വിഷയമാണ്. കുറച്ച് നാൾക്ക് മുമ്പ് പാർട്ടിയുടെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് അപ്പാർട്ട്മെന്റിന്റെ മേലെ കയറുന്ന വെള്ളം അടിച്ച് അലമ്പാക്കി. അന്ന് ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ഉണ്ടല്ലോ, അവന്മാരെ പേടിപ്പിച്ച് വലപ്പിച്ച് മുള്ളിച്ച്. എനിക്ക് തോന്നണം എന്താന്ന് വെച്ചാൽ പണി പൂർത്തിയാക്കി പെൻഷൻ വാങ്ങാൻ പറ്റാത്തതിന്റെ നല്ല വിഷമം ആ സെക്യൂരിറ്റിയുടെ പ്രയത്നമുണ്ടെന്നാണ്. അയാൾക്ക് പെൻഷൻ കിട്ടാത്ത ഞങ്ങൾ എന്ത് ചെയ്യാന്? അത് ശരി. എടാ ഇത്ര നാൾ ഇവിടെ ഞാൻ താമസിച്ചിട്ട് ഇന്നേ വരെ ഒരു സെക്യൂരിറ്റി പ്രയത്നം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ വന്ന നിന്നെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നീയൊക്കെ ഇവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തോ ഒപ്പിച്ചെന്നാ? ആ ഭൂതത്തിന്റെ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചു, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഇവന് ഇക്കിള് വന്നിട്ട്. അല്ല, അല്ലെങ്കിൽ തന്നെ എക്സ്പയറി ഡേറ്റ് തന്നെ സെക്യൂരിറ്റി എന്തായാലും ഞങ്ങൾ ഓടിച്ചിരുന്നത്. താഴെ ശമ്പളം വാങ്ങിച്ച് ജീവനോട് സെക്യൂരിറ്റി ഉണ്ടല്ലോ, പുള്ളി ഞങ്ങളെ പിടിച്ചാ പോരെ? എന്ത് മാങ്ങാത്തൊലിയാണാവോ? നീ ഒരു കാര്യം ചെയ്യ, താഴെ പോയാൽ മാങ്ങാത്തൊലി സെക്യൂരിറ്റിയോട് ചോദിക്കും ഇതിനെ കുറിച്ച് വല്ല അറിയാവുന്ന. അല്ല ഞാനിപ്പോ എന്ത് ചോദിക്കാനാണ്? നീ പാട്ടിയെടുത്ത് വെച്ച് വെച്ചില്ലേ, അതന്നെ ചോദിച്ചാൽ മതി. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് മൂന്നൂർക്ക് ഒരുമിച്ച് വരുന്നൊന്നുമില്ല. ഇപ്പൊ തന്നെ ആ സ്റ്റെയർ കേസ് കിടന്ന് കറങ്ങി എന്റെ കറക്കം ഇതുവരെ തലേന്ന് പോയിട്ടില്ല. നിനക്ക് പേടിയായിട്ടാണ്? പിന്നെ എന്റെ പട്ടി പേടിക്കും. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. വെല്ലഞ്ചേട്ടാ, വെല്ലഞ്ചേട്ടാ. എന്താടാ അത്? ഇതാണ് ഈ ഫ്ലാറ്റിന് മുമ്പ് തൂക്കിട്ടേക്കണ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ്. അതിന് എടാ അതൊന്ന് മര്യാദക്ക് വായിച്ചു നോക്ക്. നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ തെറ്റിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും അയാൾ നിങ്ങളോട് ദേഷ്യം തീർക്കണം. സന്ദർശകർ വാഹനം ഗസ്റ്റ് പാർക്കിങ്ങിൽ മാത്രം പാർക്ക് ചെയ്യുക, അനധികൃത പാർക്കിങ്ങിന് 250 രൂപ ഫൈൻ ഈടാക്കുന്നതാണ്. നമ്മള് വാഹനം റോട്ടിലല്ലേ ഇട്ടേക്കുന്നത്, ഫൈൻ ഈടാക്കുമെങ്കിൽ പോലീസല്ലേ ആക്കുള്ളൂ. അതെ, കോമൺ ഏരിയയിൽ പുകവലിക്കാനോ മദ്യപിക്കാനോ പാടില്ല. ഞാൻ പുകവലിക്കാറില്ല, ഞാൻ മദ്യപിക്കാറില്ല. ഫ്ളാറ്റിലെ അന്തേവാസികൾ കൃത്യമായി വാഹനം പാർക്ക് ചെയ്യേണ്ടതാണ്. നമ്മളതിന് ഫ്ലാറ്റിലെ അന്തേവാസികളല്ലല്ലോ. അല്ല, 10 മണിക്ക് ശേഷമുള്ള എല്ലാ ഡെലിവറികളും സെക്യൂരിറ്റി ക്യാബിനിൽ മാത്രം ഏൽപ്പിക്കുക. പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. എൻ്റെ വലിയ ബാഗൊക്കെ കണ്ടപ്പോൾ ഞാൻ ഡെലിവറി പോയാന്ന് കരുതി കാണൂ. നീ ആ കിങ്ങണീനെ ഷെയ്ക്കനെയൊക്കെ പുള്ളിനെ കാണിച്ചു കൊടുത്തില്ലേ? പേടിച്ചിട്ടുണ്ടാവും. സന്ദർശകരുടെ പേരും നമ്പറും രേഖപ്പെടുത്തിയ ശേഷം മാത്രം പ്രവേശിക്കുക. എന്തേ പേരെഴുതിയില്ലേ? എഴുതി, പക്ഷേ പേരെഴുതിട്ട് പോ. താഴെ എഴുതി വെച്ചിട്ടൊക്കെയാണോ കേറി വന്നേ? എന്താ ചേട്ടന്റെ പേര്? വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്നേ വിളിക്കൂ. ആയിക്കോട്ടെ. പുറത്തു നിങ്ക വന്ന് പ്രശ്നം പണ്ടുന്നവർക്ക് മാത്രം, പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനാണെങ്കിൽ അവർക്ക് പിന്നാടി സെക്യൂരിറ്റിയുടെ പ്രേതം ജോഗിങ് പണിയിട്ടേ കലക്കി. അപ്പൊ അത് തന്നെ കാര്യം. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഞങ്ങൾ ഓടിപ്പോയി താഴെ പോയി പേരെഴുതണ്ടേ? എടാ നീയൊക്കെ എങ്ങനെ താഴെ പോവാനാ? നിന്നെക്കെ ഇട്ട് കറങ്ങിക്കൊണ്ടിരിക്കണല്ലേ പുള്ളി. ഇനിയിപ്പോ ആര് താഴെ പോവും? അതെ, ആര് താഴെ പോവും? ഞാൻ പോണെന്നോണ? പാട്ടി പോയിട്ട് കാര്യമില്ലല്ലോടാ. എന്താടാ, നിനക്ക് പേടിയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് പേടിയില്ലെന്ന്. എന്നാ എനിക്കിപ്പോ കുറച്ച് പേടിയുണ്ട്. ആ, എനിക്ക് തോന്നിയായിരുന്നു. എടാ, നീ ഇവിടത്തെ അന്തേവാസിയല്ലേ? ഞങ്ങളല്ലേ പേരെഴുതാതെ വലിഞ്ഞേറി വന്നത്. ഞങ്ങളെ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ, നിന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് വേണം നിന്നെയൊക്കെ സഹായിച്ചതിന് പുള്ളി എന്നെ ടെറസിന്ന് തള്ളി താഴെ. എടാ, ഇങ്ങനെ പേടിക്കാതെടാ. ഒന്നും ഇല്ലെങ്കിൽ നീ ഒരു ഏത്തിസ്റ്റ് അല്ലേ? നമുക്ക് വഴി ഉണ്ടാക്കാം. എന്ത് വഴി? വഴി അറിഞ്ഞാലേ നീ ഉണ്ടാക്കത്തുള്ളൂ. ആരെങ്കിലും വിളിച്ചാൽ രാവിലെ ബാഗ് എടുത്തോണ്ട് ഇറങ്ങിക്കോളും. അവൻ ഓണം ഉണ്ണാൻ ഈ പ്രേതാലേ കിട്ടിയുള്ളൂ. രാവിലെ ഇഡലി, ഉച്ചയ്ക്ക് മന്തി. എന്താ അവിടെ തന്നെ ഇരിക്കുന്നത്? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വാ. ഡോറൊക്കെ തുറക്കുമ്പോഴേ സൗണ്ട്. ആ പ്രേതത്തിന്റെ വായ്പ പോയി കയറാനാണോ നിന്റെ വലിയ പ്ലാൻ? ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. ഞാൻ അവിടെ പോവാ, നമ്മൾ ഈ ഉപ്പിലല്ലേ. എടാ, നമുക്ക് മേളിൽ പോയി മദ്യവെച്ചാലോ? ആ, മദ്യത്തിന് കയ്പല്ലേ? അല്ലെ ഈന്തപ്പഴോ കശുവണ്ടിയോ അച്ചാറോ വല്ലതും എടുത്താലോ?
അയ്യോ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. നീ താഴെ പോയി 2 ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ആ എടുത്തിട്ട് വരാം. ദേടാ ചേട്ടൻ വന്ന്. ഹലോ. എന്താ നിന്റെയൊക്കെ ഉദ്ദേശം? ടെറസിൽ പോകണം, 2 അടിക്കണം. എടാ ഒരു ഗ്ലാസ് എടുത്തോണ്ട് പോയാൽ നമുക്ക് ചേട്ടനുമായിട്ട് അടിക്കാം. ഞങ്ങൾ ആ രജിസ്റ്ററിൽ എഴുതാത്തതിനല്ലേ താൻ ഞങ്ങളെ ഇട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നേ അല്ലേ? ആണെങ്കിൽ ചേട്ടന് ഉളുപ്പില്ല കേട്ടോ ഇമാതിരി ചെറിയ കേസിനൊക്കെ ഇട്ട് ഓടിക്കാനായിട്ട്. ഞാനിവിടെ ജീവനോടുള്ള സമയത്ത് ഒരുത്തനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ല. പിന്നല്ലേ ഇപ്പോ അധികം വാവിളിക്കൊന്നും വേണ്ട. ഇയാളാ ഈച്ചയുടെ പുറകെ പോയിട്ട് കാല് തന്നെ താഴെ വീണല്ലോടാ വടിയായത്. അതിന്റെ പ്രശേഷം അല്ലോടെ തനിക്ക് പേടിപ്പിക്കാൻ വരുന്നു മനുഷ്യനെ. നമ്മൾ ടെറസിലേക്കാണ് ഓടിക്കയറുന്നത്. എന്നാ പിന്നെ തിരിഞ്ഞോടി അങ്ങനെ വായിലോട്ട് എന്ന് കയറി. ആ സമയം കൊണ്ട് പോയി പേര് എഴുതിയിട്ട് വന്നല്ലേ. അത് മാത്രം നടക്കൂല മോനെ. നേരിട്ടൊക്കെ ചോദിച്ചൂടെ? ഞങ്ങൾ നാളെ വന്ന് ഉൾപ്പെടുത്തില്ല. ഞങ്ങളെ വെളിയിലോട്ട് കേട്ടിട്ട് നാട്ടിൽ തള്ളിട്ട് കൊല്ലാൻ നോക്കുന്നത്. എനിക്കൊരു കോഴ്സ് കൂടി പഠിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ എന്റെ അച്ഛൻ്റെ അണ്ടറിൽ തന്നിരിക്കേണ്ടി വരും ചേട്ടാ. നന്നായിട്ട് അവന്മാരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പ്രേതമുണ്ടോ? രണ്ടിനെയും കൊല്ലണമെന്ന് വിചാരിച്ചാ പോകുമ്പോ എക്സിറ്റ് മാർക്ക് ചെയ്താൽ മറക്കരുത് കേട്ടല്ലോ. നിന്റെ ആ ബാഗ് സെക്യൂരിറ്റി ക്യാബിലുണ്ട്, പോയി എടുത്തോ. എന്റെ പാസ്പോർട്ട്. ഹാപ്പി ഓണം. അടിപൊളി പ്രേതം. അയ്യോ അവനായിട്ട് നുള്ളി കൊടുത്ത്. ഓക്കേണാ? കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്ക് ബഹുമാനെ കാണണം. ആരെങ്കിലും ഒക്കെ കാണണം. നാട്ടിലോട്ട് വരുന്നു. ഞാനും വരാം. അയ്യോ മറ്റന്മാർ രണ്ടുപേരും വന്നു. സാരിയൊക്കെ വളർത്തി സൂപ്പറായി. ഞങ്ങളുടെ ഫ്രണ്ട് സുനിലിന്റെ ഫ്ലാറ്റ് അറിയില്ല എന്നാ അറിഞ്ഞോ? ഇതാണ് ജോലി പോയ ഞങ്ങളുടെ കൂട്ടുകാരൻ സുനിലിന്റെ ഫ്ലാറ്റ്. അഥവാ ഇനിയിപ്പോ ആരെയും ചോദിച്ചാലും അറിയില്ലെന്ന് പറയാലോ. എന്നാ കാശ് സുനിൽ നന്നായിട്ട് കണ്ടാ മതി കേട്ടോ. ചേട്ടാ ഏണി വെക്കാൻ ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത്ത ഫ്ലാറ്റാ. സൗകര്യങ്ങൾ കുറവാണ്ടോ? നമുക്കായിരിക്കണം രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടിട്ട് പോയാലോ? രജിസ്റ്ററിൽ ഇത് ഒപ്പിടാൻ നമ്മളെന്താ കല്യാണം കഴിച്ചാ? നമുക്ക് സുനിയുടെ ഫ്ലാറ്റ് കണ്ടുപിടിക്കണ്ടേ? ആളുകളൊക്കെ കിടന്ന് ഉറങ്ങല്ലേ പതുക്കെ. സുനി മൂക്കട്ട കൊതിയാ. സൂപ്പറായിരുന്നു അത്.
ജാം എന്ന് പറയുന്ന ഈ സീരീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ നന്നായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലതുപോലെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല പല പാട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ ഇടുന്നതും 10 മിനിറ്റ് ഉള്ള ചെറിയ ചെറിയ ഷോർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പം ഇത് ഫുള്ളായിട്ട് കാണണമെന്നുള്ളവർക്ക് ഈ കരിക്കിൻ്റെ ഈ ചാനലിൽ പോയിട്ട് തന്നെ ഇതിൻ്റെ ഫുള്ള് നിങ്ങൾ കാണുക. അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. ഒപ്പം തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ട് തരിക. എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.